സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക്. പ്രധാന വാർത്തകൾ ആദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ 6ാം ദിവസവും ഒളിവിൽ തന്നെ. പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ രാഹുലിനായി അന്വേഷണം. മുൻകൂർ ജാമ്യ ഹർജി നാളെ പരിഗണിക്കും. ഇരയെ അധിക്ഷേപിച്ച കേസിൽ ജയിലിലുള്ള രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരം തുടരുന്നു. ചിത്രം പ്രചരിപ്പിച്ചതിൽ ഗൂഢാലോചനയെന്ന നിഗമനം. SIR നടപടികൾ നിർത്തിവെക്കണമെന്ന കേരളത്തിന്റെ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. ഇനി നീട്ടേണ്ടതില്ലെന്ന നിലപാടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. ഇരുസഭകളിലും വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ MP മാർ ഇന്നും നോട്ടീസ് നൽകും. SIR പുറമെ ഡൽഹിയിലെ വായു മലിനീകരണം, ഡൽഹി സ്ഫോടനം തുടങ്ങിയ വിഷയങ്ങളിലും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് പ്രതി ആത്മഹത്യ ചെയ്തു. വയനാട് കേണിച്ചിറ സ്വദേശി ജിൽസൺ ആണ് മരിച്ചത്. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലാണ് ജിൽസൺ ജയിലിലായത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. മിനിറ്റ്സിൽ ചെമ്പെന്നെഴുതിയത് മറ്റ് ബോർഡ് അംഗങ്ങളുടെ അറിവോടെയെന്ന് പത്മകുമാർ. ജാമ്യാപേക്ഷ പരിഗണിക്കുക കൊല്ലം വിജിലൻസ് കോടതി. ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട്ടിൽ പ്രളയ മുന്നറിയിപ്പ്. വടക്കൻ തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരും. ചെന്നൈ, തിരുവള്ളൂർ ജില്ലകളിൽ ആശങ്ക. പുതുച്ചേരി, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലും മഴ. അധികാര തർക്കം രൂക്ഷമായ കർണാടകയിൽ അനുനയ നീക്കങ്ങൾ സജീവം. സിദ്ധരാമയ്യെ പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിച്ച് ശിവകുമാർ. കാര്യങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ച് ഹൈക്കമാൻഡ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമങ്ങൾ തുടരുന്നു. സ്റ്റീവ് ബിറ്റ്കോഫ് ഇന്ന് പുടിനെ കാണും. സെലൻസ്കിയെ വിശ്വസിക്കാനാവില്ലെന്ന് റഷ്യ. സമാധാനത്തിലേക്ക് എത്താൻ ഇനിയും ചർച്ചകൾ വേണമെന്ന് സെലൻസ്കി. വിശദമായി നോക്കാം. ലൈംഗികാരോപണം കേസിൽ ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. രാഹുൽ ഒളിവിൽ പോവാൻ ഉപയോഗിച്ച കാറിന്റെ ഉടമയായ നടിയെ പോലീസ് ചോദ്യം ചെയ്തേക്കും. അതേസമയം രാഹുലിനെ കണ്ടെത്താനായി സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസിന്റെ തിരച്ചിൽ തുടരുകയാണ്. രാഹുലിന്റെ സ്റ്റാഫ് അംഗങ്ങളിൽ നിന്ന് SITക്ക് നിർണായക വിവരങ്ങൾ കിട്ടിയതായാണ് സൂചന. ഡാൻ കുര്യൻ നൽകും വിവരങ്ങൾ. ഡാൻ, ഗുഡ് മോർണിംഗ്. 6 ദിവസമായി സംസ്ഥാനത്തിന്റെ ഒരു MLA കാണാതായിട്ട്. അയാളെ ഇതുവരെ പോലീസിന് കണ്ടെത്താനാവാഞ്ഞിട്ട് നമ്മൾ വളരെ കൃത്യമായി റിപ്പോർട്ടുകളിലൂടെ അറിഞ്ഞതാണ്. എങ്ങനെയാണ് പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതെന്ന്. ഒരു കുറ്റവാളി പോകുന്നത് പോലെ അത്രമാത്രം രഹസ്യാത്മകമായി വലിയ തരത്തിലുള്ള ഇടപെടലൊക്കെ നടത്തിയാണ് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഇതുവരെ പോലീസിന് MLAയിലേക്ക് എത്താൻ സാധിച്ചില്ല. അതെന്തുകൊണ്ടാണ്? നാളെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതുവരെ കാത്തിരിക്കാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു പോലീസ്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് പോലീസിന് ഒരു തിരിച്ചടിയായി വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യം വരും. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചതിന് ശേഷം മാത്രം കോടതിയുടെ തീരുമാനമറിഞ്ഞ് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാമെന്നൊരു നിഗമനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം കൂടിയാലോചന യോഗം നടത്തിയിരുന്നു. അതിനുശേഷമാണ് സർവൈലൻസിൽ നിർത്തുക, രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നതിൽ ഒരു നിരീക്ഷണം എപ്പോഴും ഉണ്ടാവുക, കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായൊരു നടപടിയല്ല ഉണ്ടാകുന്നതെങ്കിൽ പെട്ടെന്ന് ഒരു ആക്ഷനിലേക്ക് കടക്കുക, ഇതാണ് പോലീസിന്റെ തീരുമാനം. അത്തരത്തിലാണ് ആ തീരുമാനവുമായാണ് ഉദ്യോഗസ്ഥർ മുമ്പോട്ട് പോകുന്നത്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിന്ന് രക്ഷപ്പെടാനായി, അവിടെ നിന്ന് മാറാനായി ഒരു സ്വകാര്യ വാഹനം തെരഞ്ഞെടുക്കുകയും ആ സ്വകാര്യ വാഹനം ഒരു നടിയുടേതാണെന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവരികയും ചെയ്തത്. ഈ നടിയെ സംബന്ധിച്ച സൂചനകൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അതായത് ഏത് സാഹചര്യത്തിലാണ് ഈ വാഹനം ഇങ്ങനെ കൊടുത്തുവിട്ടത്, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ വാഹനത്തിൽ കൊടുത്തുവിട്ടതിന് ശേഷം പിന്നീട് രാഹുലുമായി വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഉദ്യോഗസ്ഥർ പരിശോധിക്കുക എന്നാണ് സൂചന. അതോടൊപ്പം ഈ DVRൽ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച രാഹുൽ അവിടെ നിന്ന് പോകുന്ന ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് ബോധപൂർവം ആ ദിവസത്തെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ഒരു സ്വാധീനത്തിന് വഴങ്ങിയാണ് അങ്ങനെയൊരു നീക്കം അവിടുത്തെ കെയർടേക്കറുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന വിലയിരുത്തലാണ് SIT. അതുകൊണ്ട് തന്നെ ആ കെയർടേക്കറെ കേന്ദ്രീകരിച്ചും വിശദമായ പരിശോധനകൾ നടക്കും. അതോടൊപ്പം
രാഹുലിന്റെ ചില ബന്ധുക്കളും സുഹൃത്തുക്കളും പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ട്. അവരുമായി രാഹുൽ മറ്റേതെങ്കിലും നമ്പറുകളിൽ നിന്ന് ബന്ധപ്പെടാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അവർ കൂടി പോലീസിന്റെ നിരീക്ഷണത്തിൽ തുടരുന്നത്. അതായത് ഈ കേസിൽ പ്രതികളായ രാഹുൽ മാങ്കൂട്ടത്തിനും ഈ യുവതിക്ക് ഗർഭചിത്രത്തിന് വേണ്ട മരുന്നുകൾ എത്തിച്ചു നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് ജോബി, ഈ രണ്ടുപേരെ കേന്ദ്രീകരിച്ച് ഒരേ ദിശയിൽ അന്വേഷണം നീളുകയാണ്. ഒരുപക്ഷെ ഈ ജോബിയെ എത്രയും പെട്ടെന്ന് പിടിക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ഉണ്ടായേക്കും. കാരണം തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നൊരു വാദത്തിലാണ് പോലീസ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അതായത് ജാമ്യം അനുവദിച്ചാൽ പ്രതികൾ സ്വാധീനമുള്ളവരായതിനാൽ അവർ അത് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഒഴിവാക്കുന്നതിനാൽ അവർക്ക് മുൻകൂർ ജാമ്യം നൽകരുത് എന്ന ഒരു വാദമായിരിക്കും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിക്കുകയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേപോലെ തന്നെ നാളത്തെ ദിവസം അത് രാഹുൽ മാങ്കൂട്ടം MLA സംബന്ധിച്ച് അതിനിർണായകമെന്ന് തന്നെ സൂചിപ്പിക്കേണ്ടതാണ്. നമ്മൾ ഈ നിയമവശം പരിശോധിക്കുമ്പോൾ രാഹുലിന് നാളെ ജാമ്യം കിട്ടാനുള്ള സാധ്യത അത് എത്രമാത്രമുണ്ട്? ഡാൻ, സ്വാഭാവികമായി ഇത്തരം കേസുകളിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി കോടതിയുടെ ഭാഗത്തുണ്ടാകുന്ന കീഴ്വഴക്കം ഈ ആരോപണ വിധേയർ പരിസരത്തുണ്ടെങ്കിൽ, അതായത് കൃത്യമായ ഒരു സർവൈലൻസിൽ ഉണ്ടെങ്കിൽ അവരെ കുറച്ചെങ്കിലും വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ കർശനമായി കൃത്യസമയത്ത് ഹാജരാകണം, അല്ലെങ്കിൽ കർശന ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്ന പല കേസുകളും നമ്മൾ ഈ സമീപകാലത്തൊക്കെ കണ്ടിട്ടുണ്ട്. അതിനുള്ളൊരു സാധ്യത ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്, അതും ഒരു സാധ്യത തന്നെയാണ്. അതിനപ്പുറത്തേക്ക് തിരിച്ചടിയാകുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കാരണമായി മാറാൻ പോകുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ അറസ്റ്റിലായ സാഹചര്യം നമുക്കറിയാം. അതായത് ഇങ്ങനെ പരാതി നൽകിയതിന് പിന്നാലെ ഒരു ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട്, അതായത് ഒരു കുറ്റകരമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അവരെ അധിക്ഷേപിക്കുന്നതിനും അവരുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനും എന്നുള്ള കണ്ടെത്തലാണ് സൈബർ ക്രൈം പോലീസ്. അത് ശരിവെക്കുന്ന കൂടുതൽ തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനും രാഹുൽ ഈശ്വറും തമ്മിൽ അത്തരമൊരു സംഭാഷണം നടന്നിട്ടുണ്ടോ എന്നതിന്റെ ഏതെങ്കിലും സൂചനകൾ ലഭിക്കുകയും ചെയ്താൽ അതടക്കം നാളെ കോടതിയിൽ കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി അഭിഭാഷകൻ അത് കോടതിയിൽ ഹാജരാക്കും. കാരണം ഇങ്ങനെയൊരു ഗൂഢാലോചന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടി അറിവോടെയാണ് എന്ന വിവരം പുറത്തു വന്നാൽ സ്വാഭാവികമായി അത് കോടതിക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരാൾക്ക് ജാമ്യം നൽകിയാൽ അത് ഉണ്ടാക്കാനിടയുള്ള ഈ തെളിവുകളെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനൊക്കെ ഇടയുള്ള സാഹചര്യങ്ങൾ കോടതിക്ക് പരിഗണിക്കേണ്ടി വരും. അങ്ങനെ ഒരു സാധ്യത കോടതി പരിഗണിച്ചാൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും ഈ രണ്ട് സാധ്യതകളും ഒരുപോലെ നിൽക്കുകയാണ്. പക്ഷേ രാഹുൽ ഈശ്വറിനെതിരായി ഇന്നലെ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള നടപടി, കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ, ഇത് വളരെ ഗൌരവത്തോടെയാണ്. അവിടെയാണ് ഡാൻ ഇന്നലെ ഡാൻ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഈശ്വറിന് എതിരെ കോടതിയുടെ നിരീക്ഷണങ്ങൾ നമ്മൾ വളരെ കൃത്യമായി കേട്ടതാണ്. ഇന്ന് അതേ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരും ഇന്ന് ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കുമ്പോൾ എന്ത് നിലപാട് എടുക്കാനായിരിക്കും കോടതി സാധ്യതയുണ്ടാവുക? രാഹുൽ ഈശ്വറിന്റെ അതേ അതിവിധി തന്നെയായിരിക്കുമോ സന്ദീപ് വാര്യർക്കും ഉണ്ടാവുക? ഡാൻ, അതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതിന്റെ പ്രാഥമികമായ സൂചനകൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളായിരിക്കും ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പോലീസ് കോടതിയിൽ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുക. ഈ ജാമ്യാപേക്ഷയെ എതിർക്കുന്നതിന്റെ കാരണം ഈ ഗൂഢാലോചന ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും. അത് തെളിയിക്കുന്ന വിവരങ്ങൾ കോടതിക്ക് കൈമാറാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായി ജാമ്യം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം തന്നെ ഉണ്ടാകാനാണ് സാധ്യത. കാരണം അങ്ങനെ രജിസ്റ്റർ ചെയ്ത സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ലെ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ, അതിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. അപ്പോൾ 5ാം പ്രതിയായിട്ടുള്ള രാഹുൽ ഈശ്വർ ഈ കേസിൽ ജാമ്യം ലഭിക്കാതെ അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാകും കോടതി എടുക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഇക്കാര്യത്തിലൊരു ചിത്രം വ്യക്തമാകും. ഈ കേസിലെ മറ്റ് 3 പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അവർ മുൻകൂർ ജാമ്യത്തിന് ഉള്ള സാധ്യതകളൊക്കെ തേടുന്നുണ്ട്. പക്ഷെ അത് ലഭിക്കാനുള്ള സാധ്യത എത്രത്തോളമാണെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് ഈ സമൂഹ മാധ്യമങ്ങളിലെ വിവിധ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സംഘടിത സ്വഭാവത്തിൽ ഈ ഇരയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ നടത്തിയ നീക്കം സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്നൊരു വിലയിരുത്തലിലാണ് കോടതി കടുത്ത നടപടികളിലേക്ക് രാഹുൽ ഈശ്വറിനെതിരെ അടക്കം കടന്നിരിക്കുന്നത്. മാത്രമല്ല അങ്ങനെ ഒരു നടപടി രാഹുൽ ഈശ്വറിനെതിരെ എടുത്തതിലൂടെ ഇത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഒരുപാട് ആളുകൾ പിന്തിരിഞ്ഞിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ ഉദ്യോഗസ്ഥർക്കുമുണ്ട്. കോടതിക്കും അതേ ഒരു വിലയിരുത്തൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാര്യം കൂടി, നമ്മൾ ഇന്നലെ രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്ത
സമയത്ത് അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ കേട്ടതാണ്. താൻ ഇനി ജയിലിൽ നിരാഹാരം ഇരിക്കും, പുരുഷ കമ്മീഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് സത്യാഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ജയിലിലോട്ട് പോയത്. എന്താണ് സാഹചര്യം? അവിടെ നിരാഹാരത്തിൽ തന്നെയാണോ? ജയിലിൽ നിരാഹാരം തുടരുകയാണ്. അല്പസമയം മുമ്പ് ദീപ രാഹുൽ ഈശ്വർ സംസാരിക്കുന്നു. അവർ പറയുന്നത് രാഹുൽ അവിടെയും നിരാഹാരം തുടരുകയാണ്. കാരണം തങ്ങൾക്ക് നോട്ടീസ് നൽകാതെയാണ് അങ്ങനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു നീക്കം ഉണ്ടായത്. അങ്ങനെ നോട്ടീസ് നൽകിയെന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന നിലപാടിൽ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല ഈ സെക്ഷൻ 73 ചേർത്തുകൊണ്ടാണ്, BNSലെ സെക്ഷൻ 73 ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ ജാമ്യം ലഭിക്കാതിരിക്കുന്ന സാഹചര്യം വന്നത്. രാഹുൽ ഒരിക്കലും പേര് പറഞ്ഞിട്ടില്ല. ഈ ഇരയുടെ പേര് വെളിപ്പെടുത്തുന്ന സാഹചര്യം രാഹുലിന്റെ ഭാഗത്തുനിന്ന് എവിടെയും ഉണ്ടായിട്ടില്ല എന്നാണ് ദീപ വ്യക്തമാക്കുന്നത്. രാഹുലും അതുതന്നെയാണ് ഇന്നലെ പലതവണ ആവർത്തിച്ചത്. പക്ഷേ പോലീസ് അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം ഇതിലൊരു സംഘടിത നീക്കം നടന്നിട്ടുണ്ട്, ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഉറപ്പിക്കുന്ന വിവരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ടാണ് അവർ കൃത്യമായി ആ ദിശയിലേക്ക് തന്നെ അന്വേഷണം കൊണ്ടുപോകുന്നത്. മാത്രമല്ല ചില ഡിജിറ്റൽ ഉപകരണങ്ങൾ കൂടി രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം ഒരുപക്ഷെ ഈ സൈബർ ക്രൈം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പരിശോധന രാഹുലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഓഫീസിലടക്കം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയുടെ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിൽ കണ്ണൂരിലും കേസ്. സുനിൽ മോൻ KM എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലുണ്ടാക്കിയ വ്യക്തിക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. സന്ദീപ് വാര്യരുടെ പോസ്റ്റിലെ വിവരങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനാണ് കേസ്. അതിജീവിതയുടെ അന്തസ്സിനെ ഹനിക്കുന്ന പ്രവൃത്തി ചെയ്തെന്നാണ് FIR. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അതിജീവിതയെ തിരിച്ചറിയുന്ന ഫേസ്ബുക്ക് കുറിപ്പെഴുതിയ ആൾക്കെതിരെ കേസെടുത്ത് പോലീസ്. അബ്ദുൽ കെ നാസർ എന്നയാൾക്കെതിരെയാണ് ഇടുക്കി നെടുങ്കണ്ടം പോലീസ് കേസെടുത്തത്. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം, അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തി. ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് മെറ്റയെ സമീപിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പോലീസിനെതിരെ കോൺഗ്രസ് നേതാവ് K സുധാകരൻ. പരാതി നൽകിയ യുവതിയുടെ വിവരങ്ങൾ പുറത്തുവിട്ട സംഭവത്തിൽ പോലീസ് എടുത്തത് പക്ഷപാത നിലപാടെന്ന K സുധാകരന്റെ വിമർശനം. പരാതിക്കാരുടെ വിവരങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കാരണക്കാരായ CPM BJP പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ മാത്രമാണ് കേസുകളെന്നും നവമാധ്യമങ്ങളിലെ കോൺഗ്രസ് ശബ്ദം ഇല്ലാതാക്കാമെന്ന് കരുതരുതെന്നും K സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇനി മറ്റു വാർത്തകൾ നോക്കാം. ശബരിമല വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. മിനിറ്റ്സിൽ ചെമ്പെന്നെഴുതിയത് മറ്റ് ബോർഡ് അംഗങ്ങളുടെ അറിവോടെയെന്നാണ് വാദം. ബോർഡിലെ മറ്റംഗങ്ങൾക്കും പങ്കുണ്ടെന്ന തരത്തിലാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിലെ വാദം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുമെന്ന് രമേശ് ചെന്നിത്തല. A പത്മകുമാറിന്റെ മൊഴി കടകംപള്ളിയുടെ പങ്കാളിത്തം എടുത്തു പറയുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. മസാല ബോണ്ടിലെ മുഖ്യമന്ത്രിക്കുള്ള ED നോട്ടീസ് അടക്കം നാടകമെന്ന് രമേശ് ചെന്നിത്തല. ED നോട്ടീസ് CPM BJP ഡീലിന്റെ ഭാഗമായ നാടകമാണ്. മസാല ബോണ്ടിൽ അഴിമതി നടത്തിയത് ലാവലിൻ കമ്പനിക്ക് ലാഭമുണ്ടാക്കാനെന്നും രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പിണറായി വിജയന് പുതിയ കാർ വാങ്ങുന്നതിനായി തുക അനുവദിച്ച് ധനവകുപ്പ്. 1.10 കോടിയാണ് ധനവകുപ്പ് അനുവദിച്ചത്. അധിക ഫണ്ടായാണ് തുക അനുവദിച്ചത്. നിലവിൽ ഉപയോഗിക്കുന്ന 2 വാഹനങ്ങൾക്ക് പകരം വാഹനം വാങ്ങാനാണ് തുകയെന്നാണ് റിപ്പോർട്ട്. വടക്കൻ തമിഴ്നാട്ടിൽ ഇന്നും കനത്ത മഴ തുടരും. ചെന്നൈ, തിരുവള്ളൂർ ജില്ലകളിൽ പ്രളയ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇന്നലെ രാത്രി മുതൽ തുടർന്ന മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടിന് ഇടയാക്കിയിട്ടുണ്ട്. പലയിടത്തും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അധികാര തർക്കം തുടരുന്നതിനിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തും. പ്രഭാത ഭക്ഷണത്തിനായി ആണ് ക്ഷണിച്ചിരിക്കുന്നത്. കർണാടകയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനുള്ള കൂട്ടായ ശ്രമങ്ങൾ ചർച്ച ചെയ്യാനാണ് സിദ്ധരാമയ്യയെ പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിച്ചതെന്ന് ശിവകുമാർ സ്ഥിരീകരിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. ഇരുസഭകളിലും വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ MPമാർ ഇന്നും നോട്ടീസ് നൽകും. SIRന് പുറമെ ഡൽഹിയിലെ വായു മലിനീകരണം, ഡൽഹി സ്ഫോടനം തുടങ്ങിയ വിഷയങ്ങളിലും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കും. അതിനിടെ SIRനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേരളത്തിലെ SIR നടപടികൾ മാറ്റിവെക്കില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം നൽകിയിരുന്നു. MG മിഥുൻ വിവരങ്ങളുമായി ചേരും. മിഥുൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ
കണ്ടതാണ് പാർലമെന്റിൽ എന്താണ് എന്നത്. ശൈത്യകാല പാർലമെന്റ് ആരംഭിച്ചപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള SIR വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും ബഹളങ്ങളും നമ്മൾ അവിടെ കണ്ടു. പ്രധാനമന്ത്രി അടക്കം ഇടപെട്ട് നാടകം കളിക്കുന്നു പ്രതിപക്ഷം എന്നുള്ള പ്രസ്താവന അടക്കം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്ന് നമ്മൾ കണ്ടു. ഇന്നും ഇത് തന്നെ ആവർത്തിക്കാനാണ് സാധ്യത, അല്ലേ? ഭവ്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും സമാനമായ പ്രതിഷേധത്തിന് ഇന്നും സാക്ഷ്യം വഹിക്കും പാർലമെന്റ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം അല്പസമയത്തിനകം ചേരുകയും ചെയ്യും. ഈ SIR വിഷയത്തിൽ ഒരു തരത്തിലും പിന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ വിഷയം പ്രത്യേകം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകാൻ തന്നെയാണ് MP-മാരുടെ തീരുമാനം എന്നുള്ളത് തന്നെയാണ്. ഈ വിഷയം ചർച്ചയ്ക്കെടുക്കില്ല എങ്കിൽ ഒരു തരത്തിലും സഭാ നടപടികളോട് സഹകരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ എത്തുന്നു. ഇതിനു മുന്നോടിയായി നടന്ന സർവകക്ഷി യോഗത്തിലൊക്കെ സർക്കാരും ചില അഭ്യർത്ഥനകൾ നടത്തിയിരുന്നു. അതായത് 12 പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ ഈ ഒരു ശൈത്യകാല സമ്മേളനത്തിൽ സഭയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ ചർച്ച ചെയ്ത് പാസ്സാക്കിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം പൂർണ്ണമായും സഭാ നടപടികളോട് സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ തയ്യാറാകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. SIRൽ ചർച്ച ചെയ്യാതെ ഒരു തരത്തിലും പിന്നോട്ടേക്ക് പോകേണ്ട, സഭാ നടപടികളുമായി സഹകരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഡൽഹിയിലെ വായു മലിനീകരണം, ഒപ്പം തന്നെ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഈ വിഷയങ്ങളിലുമൊക്കെ ഇന്ന് ഈ പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്രതിപക്ഷ MP-മാർ നോട്ടീസ് നൽകും. ഈ വിഷയം സ്വാഭാവികമായും ഇത്തരത്തിൽ ചർച്ചയ്ക്കെടുക്കാനുള്ള ഒരു സാധ്യത ഇന്നും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിൽ പാർലമെന്റ് കവാടത്തിന് മുമ്പിലും ഒപ്പം തന്നെ സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും ഒരേപോലെ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തരത്തിലിറങ്ങി പ്രതിഷേധിക്കാനുള്ള ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഇന്ന് SIRമായി ബന്ധപ്പെട്ട കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നൽകിയിട്ടുള്ള വിവിധ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. കേരളത്തിലെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ ഹർജി CPM-ഉം CPI-യും ഒപ്പം തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും പിന്നെ ചാണ്ടി ഉമ്മനും നൽകിയ ഹർജികളാണെന്ന് കോടതിക്ക് മുമ്പാകെ വരികയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ നേരത്തെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ഇനി സമയം നീട്ടി നൽകില്ല, ഇതിലൊരു പിന്മാറ്റം ഉണ്ടാകില്ല എന്നുള്ള നിലപാട് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഈ ഹർജികൾ തള്ളിക്കളയണം. BLO-മാരുടെ ആത്മഹത്യകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതൊക്കെ ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ SIR-മായി ബന്ധപ്പെട്ടുള്ള ജോലികൾ ചെയ്യുന്നതിൻ്റെ സമ്മർദ്ദം മൂലമല്ല എന്നുകൂടി ഈ ഒരു സത്യവാങ്മൂലത്തിൽ പറയുകയും ചെയ്യുന്നു. അതേസമയം കേരളം ഈ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ കേരളത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില കാര്യങ്ങൾ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഇവിടുത്തെ SIR നടപടികൾ സ്വീകരിക്കുന്നത് മറ്റുദ്യോഗസ്ഥരാണ്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അതിന് പ്രത്യേകം ടീമിനെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഈ രണ്ട് ജോലികളും ഒരാൾ തന്നെ അല്ല ചെയ്യുന്നത്, രണ്ടും പ്രത്യേകം ടീമുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനിയൊരു നടപടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഒരാഴ്ച കൂടി സമയം നീട്ടി നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനി കൂടുതൽ സമയം നീട്ടി നൽകാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെയാണ് കരുതുന്നത്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട് ബീച്ചിൽ മെഗാ കൈറ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. SIR പ്രക്രിയകളുടെ ഭാഗമായ 1000-ഓളം വോളണ്ടിയർമാരാണ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സജീവമായി പങ്കെടുത്ത വിദ്യാർത്ഥി വോളണ്ടിയർമാരുടെ പ്രതിനിധികളായി 1000-ഓളം വിദ്യാർത്ഥികളാണ് ബീച്ചിൽ ഒത്തുകൂടിയത്. വിദ്യാർത്ഥികളുടെ ചെറുപട്ടങ്ങൾക്കൊപ്പം വൺ ഇന്ത്യ കൈറ്റ് ടീമിന്റെ ഭീമൻ പട്ടങ്ങൾ കൂടി എത്തിയതോടെ രാജ്യത്തെ ഏറ്റവും ആഘോഷമായ SIR ആഘോഷമായി പരിപാടി മാറി. നമ്മളിപ്പോൾ 2 മില്യൺ ഡിജിറ്റലൈസേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ യുവത്വത്തിൻ്റെ പാർട്ടിസിപ്പേഷനാണ്. യുവാക്കൾ 100ഓളം കോളേജുകളിൽ നിന്നായിട്ട് ആയിരക്കണക്കിന് യുവാക്കൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ BLOസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ ഒട്ടേറെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കോളേജുകളിലും.
ഒരു വോട്ടർ പോലും വിട്ടുപോകരുത് എന്നുള്ള നോ വോട്ടർ ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് SIR പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കോഴിക്കോട് ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നായി 4000-ഓളം വിദ്യാർത്ഥികളാണ് SIR വളണ്ടിയർമാരായി സേവനമനുഷ്ഠിച്ചത്. BLOമാർക്കുള്ള സഹായം, സന്ദേശരേഖാ വിതരണം, സംശയദൂരീകരണം, പൂരിപ്പിച്ച ഫോമുകളുടെ സ്വീകരണം തുടങ്ങി 4 ലക്ഷത്തോളം വോട്ടർമാർക്കാണ് വിദ്യാർത്ഥികളുടെ സേവനം ലഭ്യമായത്. ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രക്രിയകളുടെ സമാപനമാണ് ബീച്ചിൽ പട്ടം പറത്തി ആഘോഷമാക്കിയത്. ന്യൂസ് 18 കോഴിക്കോട്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കാം. ഈ തെരഞ്ഞെടുപ്പ് കാലം ഇരുൾ മൂടിയ ജീവിതത്തിന് വെളിച്ചം പകരുന്നത് പോലെയാണ് അനിത മേരി എന്ന അർത്തുങ്കൽ സ്വദേശിനിക്ക്. ഉദ്യോഗസ്ഥ പീഡനം മൂലം മലപ്പുറം തവനൂർ ഓൾഡ് ഏജ് ഹോമിലെ സർക്കാർ ജോലി രാജിവെച്ചയാളാണ് അനിത. അനിതയ്ക്ക് വേണ്ടി പോരാടിയ തിരുനാവായ മൃഗാശുപത്രിയിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ കൂടിയായ ഭർത്താവ് ജെയ്സണും ഒടുവിൽ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച് സ്വന്തം നാടായ അർത്തുങ്കലിലേക്ക് മടങ്ങി വന്ന ജെയ്സൺ ഇപ്പോൾ കൂലിപ്പണിയെടുത്താണ് ജീവിക്കുന്നത്. അനിതയാവട്ടെ മാനസികമായി തകർന്ന ഒരു മുറിയിൽ തന്നെ 1 വർഷത്തോളം കഴിച്ചുകൂട്ടി. എന്നാൽ അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇരുളടഞ്ഞ അകത്തളങ്ങളിൽ നിന്ന് കരുത്തായി അവൾ പുറത്തേക്ക് വരികയാണ്. റിപ്പോർട്ട് കാണാം. ഓരോ സ്ഥാനാർത്ഥിത്വവും വ്യത്യസ്തമാണ്. പല ആളുകൾക്കും പല കഥകളായിരിക്കും ജനങ്ങളോട് സംവദിക്കാനുള്ളത്. അത്തരത്തിൽ വ്യത്യസ്തയായ ഒരു സ്ഥാനാർത്ഥിയാണ് അർത്തുങ്കലിൽ നിന്ന് നമുക്കിന്ന് പരിചയപ്പെടുത്താനുള്ളത്. ഇത് അനിത. അനിതയെ ഒരുപക്ഷെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. കാരണം കുറേ നാളുകൾക്ക് മുമ്പ് സർക്കാർ സർവീസിൽ നിന്നും തൻ്റെ സേവനം അവസാനിപ്പിച്ച് മടങ്ങി വന്ന ഒരാളാണ്. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നടന്ന പല സംഭവങ്ങളോടും പ്രതിഷേധിച്ചായിരുന്നു ആ മടക്കം എന്നുള്ളതാണ്. അന്ന് കണ്ണീരോടെ മടങ്ങി വന്ന അനിത ഇന്ന് വളരെ ഊർജ്ജസ്വലയായി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. അനിത, ഇതൊരു വലിയ മാറ്റമാണ് അല്ലേ? ഒരു സർക്കാർ സർവീസിൽ നിന്നും ജോലി വേണ്ടെന്ന് വെച്ച് ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് അനിത അല്ലേ? നിരന്തരമായ പീഡനങ്ങളെ തുടർന്ന് ഇപ്പം ഈ സർക്കാരിൻ്റെ സിസ്റ്റത്തിൻ്റെ പീഡനങ്ങളെ തുടർന്ന് നമുക്ക് നീതി കിട്ടാതെ വന്നു. അങ്ങനെ നമ്മൾ പോലീസിലും അതുപോലെ പിന്നെ മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി കൊടുത്തിട്ടും നമുക്കൊരു നീതിയും കിട്ടുന്നില്ല. എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ ഭർത്താവിനെ എൻ്റെ കുടുംബത്തെയും വേട്ടയാടാൻ തുടങ്ങിയതോടുകൂടിയാണ് ഞാൻ ഈ ജോലി വേണ്ടെന്ന് വെച്ച് നമ്മളൊരു ആത്മാഭിമാനത്വം സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ജോലി രാജിവെച്ച് പോകുന്നത്. അനിത എവിടെയായിരുന്നു ജോലി ചെയ്തത്? ആ സാഹചര്യം ഒന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്താം. ഞാൻ സാമൂഹ്യ നീതി വകുപ്പിലായിരുന്നു. ആദ്യം വിദ്യാഭ്യാസ വകുപ്പിൽ OA ആയിട്ടായിരുന്നു. പിന്നെ കൊറോണ കാലത്താണ് 2020 സാമൂഹ്യ നീതി വകുപ്പിൽ മേറ്ററിനായിട്ട് ജോയിൻ ചെയ്യണത്. ആ സമയമായിരുന്നു അത് തവനൂർ ഓൾഡ് ഏജ് ഹോമിലായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ സൂപ്രണ്ടിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവത്തെ തുടർന്നാണ് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അന്ന് സൂപ്രണ്ടിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന KT ജലീലായിരുന്നു. അപ്പോൾ ആ സാറിൻ്റെ ഇടപെടലോടുകൂടെ KT ജലീലിൻ്റെ ഇടപെടലോടുകൂടിയാണ് ഞങ്ങളുടെ ജീവിതം നിരന്തരം ഞങ്ങളെ സർക്കാരും സംവിധാനങ്ങളും കൂടെ ഞങ്ങളായിട്ട് വേട്ടയാടാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വിഷയത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ ഭർത്താവിനെതിരെ കള്ളക്കേസ് എടുക്കുകയും പിന്നെ ഞങ്ങൾ നിരന്തരം സർക്കാർ ജോലിയിലായിരുന്നു. സർക്കാർ ജോലിയിലായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പിലായിരുന്നു. അപ്പോൾ അവിടെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം 18 വർഷമായിട്ട് അവിടെ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതുവരെ ഒരു തരത്തിലുള്ള വേറൊരു പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ആ സമയത്ത് ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ വിഷയത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ പിന്തുണച്ചതിനെ തുടർന്ന് നിരന്തരം പുള്ളിയുടെ സർവീസ് ജീവിതത്തിലും പിന്നെ നിരന്തരം വേട്ടയാടപ്പെടുകയും ഇപ്പം അനിതയും ജെയ്സണും രണ്ടുപേരും ജോലി ഉപേക്ഷിച്ചു അല്ലേ? ഞങ്ങൾ രണ്ടുപേരും സർക്കാർ ജോലി ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഈ സിസ്റ്റവും സർക്കാരും ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഞങ്ങൾ ജോലി വേണ്ടെന്ന് വെക്കുകയും പിന്നീട് നമ്മളൊരു പഠിച്ച് നേടി നമ്മളൊരു വലിയ സ്വപ്നങ്ങളോടുകൂടെ കയറി വന്ന ഒരു ജോലിയാണ്. അപ്പോൾ ആ ജോലി വേണ്ടെന്ന് വെച്ചതോടുകൂടി എനിക്ക് വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ആ ജോലി ഉപേക്ഷിച്ചത്. ഇപ്പം നമ്മളൊരു സേവന മനോഭാവത്തോടു കൂടിയാണ് ഞാൻ അവിടുത്തെ വൃദ്ധജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മളുടെ സേവനം ജനങ്ങളെ അല്ല സേവിക്കേണ്ടത്, ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉന്നതരായ ഉദ്യോഗസ്ഥരെയും അതുപോലെ
പിന്നെ അവരെ പ്രീതിപ്പെടുത്തിയാൽ മതി. നമ്മൾ ജനങ്ങൾക്ക് സേവനം കൊടുക്കണ്ടെന്നുള്ളൊരു നിലപാടാണ് ഈ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് നേരിടേണ്ടി വന്നത്. അപ്പോൾ ജനങ്ങൾക്ക് അവർക്ക് കിട്ടേണ്ട, അതായത് ഈ വൃദ്ധജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ അവർക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ ഞാൻ എൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരോട് പറഞ്ഞതോടുകൂടിയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. പക്ഷേ ഒരു 2 പേർ ജോലി രാജിവെക്കും, അതും ഒരു വീട്ടിലെ 2 പേർ ഞാൻ കാലം പഠിച്ച് നേടിയെടുത്ത സർക്കാർ ജോലി എന്നുള്ളത് വേണ്ടെന്ന് വെക്കുക. അത്ര കഠിനമായിരുന്നു നിങ്ങളുടെ സാഹചര്യം? അത്രക്ക് കഠിനമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് മേലുദ്യോഗസ്ഥനിൽ നിന്നുണ്ടായ ദുരനുഭവം, പിന്നെ പോലീസ് സ്റ്റേഷനിൽ എത്താൻ തന്നെ കാരണം ഈ മേലുദ്യോഗസ്ഥൻ്റെ ഉന്നത സ്വാധീനം കാരണം. അവിടെ എൻ്റെ ഭർത്താവ് അത് ചോദിക്കാൻ വന്നതിൻ്റെ പേരിൽ അവിടെ CCTV എല്ലാം ഉള്ളതാണ്. എന്നിട്ട് ഇവർ കള്ളക്കേസ് കൊടുത്തു. എൻ്റെ ഭർത്താവ് അവിടെ കയറി പിന്നെ ജീവനക്കാരെ മർദ്ദിച്ചെന്നും പറഞ്ഞ് കള്ളക്കേസ് കൊടുത്തു. അന്നേ അവിടെ CCTVയും അതുപോലെ അവിടുത്തെ ജീവനക്കാരുൾപ്പെടെ അവർ ഫോണിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു. എന്നിട്ട് അതൊന്നും പരിശോധിക്കാതെ, ഒരു പരിശോധനയും ഒരു അന്വേഷണവും ഇല്ലാതെ എൻ്റെ ഭർത്താവിനെതിരെ കള്ളക്കേസ് എടുത്തു. എൻ്റെ പരാതി ഞാനൊരു FIR പരാതി കൊടുത്തിട്ട്, ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു FIR കിട്ടണമെന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു അവകാശമാണ്. ആ അവകാശം പോലും നിഷേധിച്ച് എനിക്ക് പിന്നെ 2 മാസക്കാലത്തോളം എൻ്റെ പരാതി ഒരു ഇതുമില്ലാതെ അവിടെ പിടിച്ചു വെക്കുകയും അതിനുശേഷം എൻ്റെ പരാതി എഴുതിത്തള്ളുകയും എൻ്റെ ഭർത്താവിനെതിരെ കൊടുത്ത കള്ളക്കേസ് ഇവർ പിന്നെ ഫോർവേഡ് ചെയ്ത് എൻ്റെ ഭർത്താവിനെതിരെ FIR ഇടുകയും ചെയ്തു. പിന്നീട് ഒരുപക്ഷെ ജോലി ഉപേക്ഷിച്ച് വന്നതിന് ശേഷം അനിതയുടെ ജീവിതം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഒരു മുറിയടച്ച് വർഷങ്ങളോളം ഇരുന്നു അല്ലേ? ഏകദേശം ഒരു 1.5 വർഷത്തോളം ഞാൻ ഈ ഒരു ഡിപ്രഷൻ അതിജീവിക്കാൻ വേണ്ടി തന്നെ, ഈ മാനസിക ബുദ്ധിമുട്ട് അതിജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും പിന്നെ 2 പേരും ജോലി ഉപേക്ഷിച്ച് വന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയത്. എങ്കിലും ആത്മഹത്യ ചെയ്ത് ഈ ജീവിതം നശിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. ഇപ്പം പലരും ഈ നമ്മുടെ ഈ സർക്കാർ സംവിധാനത്തിൽ തന്നെ മിക്കവരും തന്നെ എന്തെങ്കിലും സർവീസ് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടനെ ആത്മഹത്യ തന്നെയാണ്. നമ്മൾ ഈ ഒരു 10 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരും ആത്മഹത്യ ചെയ്ത ഒരു കാലയളവായിരിക്കും ഈ വർഷം, ഈ 10 വർഷങ്ങൾ. അപ്പം അത്രയും സിസ്റ്റത്തിൻ്റെ പീഡനവും ഇതുപോലെ നമ്മൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൂടി വന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ശരിയായ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് വന്ന എത്രയോ പേര്, ഇപ്പം നമ്മളുടെ നവീൻ ബാബു ആ സാറ്, അതുപോലെ ഹാരിസ് ചിറക്കൽ എന്ന് പറഞ്ഞ ഇവരെയൊക്കെ വേട്ടയാടി. പക്ഷേ ഞാനെന്ന് പറഞ്ഞാൽ പുതിയ ഒരു തുടക്കക്കാരിയായിരുന്നു. അവിടെ ചെന്നു ഏകദേശം 1 മാസം പോലും ആയുള്ളൂ ആ വൃത്തമന്ദിരത്തിൽ കയറിയിട്ട്. എനിക്ക് പ്രീ സർവീസോ അല്ലെങ്കിൽ എനിക്ക് ട്രെയിനിങ്ങോ ഒന്നും കിട്ടാതെ അവിടെ ചെന്നാണ്. സൂപ്രണ്ട് എന്ന് പറഞ്ഞ മേലുദ്യോഗസ്ഥനായിരുന്നു എനിക്ക് ഇത് ജോലിയുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു തരേണ്ടതും ജോലി എങ്ങനെ ചെയ്യേണ്ടതെന്നും എന്നെ പഠിപ്പിക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വഷളം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നെ വിധേയപ്പെടുത്താൻ നോക്കിയാണ് ചെയ്തത്. അതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് ഒരുപക്ഷെ അനിത ഫേസ്ബുക്കിൽ കുറിച്ചത് ഞാൻ കണ്ടു. അതായത് മനുഷ്യരോട് സംസാരിക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. കാരണം 1-2 വർഷക്കാലം മുറിക്കകത്ത് ജീവിതം ഒതുക്കിയും കൂടിയ ഒരാളാണ്. അതിനുശേഷം അല്ലേ ഈ ഒരു കാലം അനിതയെ മാറ്റുന്നു, അനിത മറ്റു സ്ത്രീകൾക്ക് കൂടി പ്രചോദനമായി മാറുന്നു എന്നുള്ളതാണ്. ശരിക്കും എനിക്കൊരു പ്രതികരണശേഷി ഇല്ലാത്തൊരു അന്തർമുഖിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ വന്നത്. ഒരു കാര്യത്തിനും നോ പറയാനോ എനിക്ക് പ്രതികരിക്കാനോ എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങൾ എൻ്റെ പുറകെ എന്നെ തേടിപ്പിടിച്ച് വന്നുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് സംസാരിക്കാനും ജനങ്ങളോട് ഇടപഴകാനും അത് ഒരു നമ്മൾ പൗലോ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങളൊരു കാര്യം അതിതീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ അത് നടത്താൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തുമെന്ന് പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ട് സംസാരിക്കാനും അവരുടെ ഇടയിൽ പ്രവർത്തിക്കാനും നിരാലംബരായ മനുഷ്യരോടൊപ്പം ആയിരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന ഒരുവളായതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ജയവും പരാജയവും ഒന്നും അല്ല അല്ലേ? നന്നായി സംസാരിക്കാൻ പഠിക്കുന്നു എന്നുള്ളതാണ്. ജയവും പരാജയമല്ല. എനിക്കിപ്പോൾ ജനങ്ങളോട് ഒന്നിനും ഒരു അന്തർമുഖിയായിട്ട് ഒതുങ്ങിക്കൂടാതെ എനിക്ക് എൻ്റെ ആഗ്രഹം അനുസരിച്ച് എന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ പ്രകൃതി നടത്തിയ ഒരു ഗൂഢാലോചനയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഈ ഇവിടുത്തെ UDFും ഇവിടുത്തെ നാട്ടുകാരും എന്നെ സഹായിക്കുന്നതിലും എനിക്ക് അവരോടും വളരെ ഈ കോൺഗ്രസ് പാർട്ടി എന്ന പ്രസ്ഥാനം എനിക്കൊരു അവസരം തന്നതിലും ഞാൻ
ഈ പ്രസ്ഥാനത്തോടും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരോടും ഞാൻ നന്ദി പറയണം. എന്നെ ഇപ്പം തന്നെ അവർ എന്നെ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. എനിക്കത് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവരുടെ ആ സ്നേഹവും അവരുടെ സപ്പോർട്ടും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. അതാണ് ഏറ്റവും സന്തോഷകരമായ കാഴ്ചകളിൽ ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ചിരിച്ചു കാണുന്ന അനിത. കാരണം ന്യൂസ് 18 തന്നെ അനിതയുടെ വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അനിത തൊഴിലിടത്തിൽ നേരിട്ട പീഡനങ്ങളും പിന്നീട് ജോലി ഉപേക്ഷിക്കുന്നതിന്റെ വക്കുവരെ എത്തിയ ഘട്ടത്തിലൊക്കെ നമ്മൾ അനിതയെ കണ്ടതാണ്. അന്ന് നിറഞ്ഞ കണ്ണീരോടെയായിരുന്നു അനിത നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. പക്ഷേ വളരെ സന്തോഷം തോന്നുന്നു ഈ അനിത ആളുകൾക്കിടയിൽ ഇറങ്ങി നടന്ന് അവരോട് ഇന്ററാക്ട് ചെയ്ത് വോട്ട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു വളരെ നിഗൂഢമായ ഒരു സാഹചര്യത്തിലേക്ക് മാറി ജീവിതം തന്നെ ഒരു മുറിക്കകത്തേക്ക് അടഞ്ഞ മുറിക്കകത്തേക്ക് മാറ്റിയ ഒരാൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങുന്നു, ജനങ്ങളോട് സംവദിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്ന്. അത്തരത്തിൽ വ്യത്യസ്തരായ മനുഷ്യർ ചേർന്ന് ഈ തെരഞ്ഞെടുപ്പ് ആവേശം ആലപ്പുഴയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മലപ്പുറം പൊന്മുണ്ടത്തെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടു. കോൺഗ്രസ് മലപ്പുറം ജില്ലാ നേതൃത്വമാണ് തീരുമാനമെടുത്തത്. പൊന്മുണ്ടത്ത് UDF സഖ്യധാരണകൾ ലംഘിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ് പൊന്മുണ്ടത്ത് നടപടിക്ക് കാരണം. അവിടെ ലീഗിനെതിരെ CPM അടക്കമുള്ളവർക്കൊപ്പം ജനകീയ മുന്നണിയായാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ തുടക്കകാലം മുതൽ തന്നെ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ പൊന്മുണ്ടം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അവിടുത്തെ UDFിലെ ഭിന്നതയായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. കാലങ്ങളായി അവിടെ ലീഗും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത്തവണയും അതുതന്നെയായിരുന്നു അവസ്ഥ. ലീഗ് ഒറ്റയ്ക്കും കോൺഗ്രസും ഇടതുപക്ഷവും മറ്റു സ്വതന്ത്രരും എല്ലാം തന്നെ മറുവശത്ത് അണിനിരക്കുന്ന ഒരു സാഹചര്യമാണ് പൊന്മുണ്ടത്തുള്ളത്. ഇത് UDFിൻ്റെ ധാരണകൾക്ക് ഭിന്നമായിട്ട് ഒന്നാണെന്നാണ് DCCയുടെ നിഗമനം അല്ലെങ്കിൽ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം കമ്മിറ്റിയെ ഒന്നാകെ പിരിച്ചുവിടാനാണ് നിശ്ചയിച്ച അത്തരത്തിലുള്ള ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. പൊന്മുണ്ടം മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടതായിട്ടാണ് DCC അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജനകീയ സഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ലീഗിനെതിരെ കോൺഗ്രസ് മത്സരിക്കുന്നത്. സ്വതന്ത്ര ചിഹ്നത്തിലാണ്, പാർട്ടി ചിഹ്നത്തിലല്ല, സ്വതന്ത്ര ചിഹ്നത്തിലാണ് എല്ലാവരും ജനവിധി തേടുന്നതെങ്കിലും ഈ ഒരു സഖ്യധാരണ CPM അടക്കമുള്ളവരുമായിട്ടുള്ള സഖ്യധാരണ അത് കോൺഗ്രസിൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയതുകൊണ്ടാണ് ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നത്. ഇതാദ്യമായിട്ടല്ല പൊന്മുണ്ടത്ത് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നത്. മുൻപ് 2015 മുതൽ അവിടെ സമാനമായ രീതിയിലുള്ള നടപടി DCCക്ക് എടുക്കേണ്ടി വരാറുണ്ട്. വലിയ തോതിൽ തന്നെ ജനകീയ മുന്നണിയായിട്ട് ലീഗിനെതിരെ അവിടെ ഇടതുപക്ഷത്തിനൊപ്പം കോൺഗ്രസ് അണിനിരുന്നൊരു ചരിത്രം മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ് നിലവിലുള്ളത്. എന്നാണെങ്കിലും ഈ ഒരു പോരാട്ടത്തിൽ ലീഗിന് എതിരെ ജനകീയ മുന്നണിയായിട്ട് കോൺഗ്രസ് മത്സരിക്കുമ്പോൾ DCCയുടെ അല്ലെങ്കിൽ കോൺഗ്രസ് ഔദ്യോഗിക നേതൃത്വത്തിന് അംഗീകാരമില്ല എന്ന് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. വലിയ പ്രതിഷേധം, അതായത് ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസിനെതിരെ വലിയൊരു പ്രതിഷേധം ഉയരുന്നുണ്ട്. പക്ഷേ കാലങ്ങളായി അവിടുത്തെ ഒരു രീതി അങ്ങനെയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ലീഗ് നേതൃത്വം അവിടെ കോൺഗ്രസിനെതിരെ പോരാടാൻ അനുവദിച്ചിരിക്കുന്നത്. ലീഗ് ഒറ്റയ്ക്കും മറ്റുള്ളവർ എതിരെയും നിൽക്കുന്ന മറുവശത്ത് നിൽക്കുന്ന സാഹചര്യമാണ് പൊന്മുണ്ടത്തുള്ളത്. ഭവ്യ, സേവ്യാനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് പടന്നയിൽ തോണിയിലേറി ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം. പടന്ന ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി PC സുബൈദയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ചാണ് തോണിയിലൂടെയുള്ള പഴയകാല പ്രചാരണ രീതി വീണ്ടും നടത്തിയത്. തോണി പ്രചാരണത്തിൽ അനൗൺസറായെത്തിയത് പ്രശസ്ത സിനിമാ താരം PV കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ കൂടിയാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കോളാമ്പി മൈക്കും തോരണങ്ങളുമെല്ലാമായി സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കവ്വായിക്കായലിലെ ഓളങ്ങൾ കീറിമുറിച്ച് തോണി നീങ്ങി. ഓർമ്മകൾ പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോയാൽ പ്രദേശത്ത് സാധാരണമായിരുന്ന കാഴ്ചകളിലൊന്ന്. പ്രിയപ്പെട്ടവരെ, ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പടന്ന ഗ്രാമപഞ്ചായത്തിലേക്ക് 14ാം വാർഡായ തെക്കേക്കാടിൽ നിന്നും ജനവിധി തേടുന്ന സഖാവ് PC സുബൈദയ്ക്ക് അരിവാൻ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗവും
പടന്ന ഗ്രാമപഞ്ചായത്ത് തെക്കേക്കാട് 14-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയുമായ PC സുബൈദയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് പഴമയുടെ തനിമയുമായി പ്രചാരണമൊരുക്കിയത്. തോണി പ്രചാരണത്തിൽ അനൗൺസറായി എത്തിയത് പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. പടന്ന തെക്കേക്കാടിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് PC സുബൈദക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. 2.5 പതിറ്റാണ്ട് മുമ്പ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബണ്ട് നിർമ്മിച്ച് തെക്കേക്കാട്ടേക്ക് വാഹനഗതാഗത സൗകര്യം എത്തിക്കുന്നതിന് മുമ്പ് തോണിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം. പുതിയ തലമുറയ്ക്ക് 10-25 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചരണ രീതി എന്തായിരുന്നു എന്നുള്ളത്, പഴമയുടെ തനിമ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പ്രചരണ പ്രവർത്തനം പുതിയ തലമുറക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ നല്ലൊരു ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തെക്കേക്കാട് തെക്ക് ബോട്ടുചെട്ടിയിൽ നിന്ന് തുടങ്ങി വടക്കേക്കാട് പുറത്താൾ പ്രദേശങ്ങളിലൂടെ കടന്ന് ബണ്ട് പരിസരത്ത് ഒരു പകൽ നീണ്ട പ്രചാരണം സമാപിച്ചു. 15 അംഗങ്ങളുള്ള പടന്ന പഞ്ചായത്തിൽ UDF-നാണ് നിലവിൽ ഭരണം. 9 അംഗങ്ങളാണ് UDF-നുള്ളത്. പ്രചരണ രംഗത്ത് പഞ്ചായത്തിൽ UDF-ഉം സജീവമാണ്. ന്യൂസ് 18 കാസർഗോഡ്. കുടുംബക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾക്ക് പിന്നിൽ ഒളിപ്പിച്ചത് 30 ലിറ്റർ മദ്യം. നെയ്യാറ്റിൻകര പുന്നക്കാട് സ്വദേശി പോറ്റി എന്നറിയപ്പെടുന്ന അർജുനൻ എക്സൈസിന്റെ പിടിയിൽ. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നെയ്യാറ്റിൻകര എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് കുടുംബക്ഷേത്രത്തിൽ ഒളിപ്പിച്ച മദ്യം പിടികൂടിയത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പൂജാമുറിയാണോ ഇത്? ക്ഷേത്രമാണോ? അത് ക്ഷേത്രമാണ്. ആൾക്കാരൊക്കെ തൊഴാറുണ്ടോ? ഒറ്റ നോട്ടത്തിൽ ഒരു കൊച്ചു കുടുംബക്ഷേത്രം. അയ്യപ്പനും കൃഷ്ണനും ശാസ്താവും ഷിർദി സായിബാബയും അങ്ങനെ ഒട്ടുമിക്ക ദൈവങ്ങളുടെ ചിത്രങ്ങളും അവിടെയുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ പിന്നിലുള്ളത് വിദേശ മദ്യത്തിന്റെ ഒരു വൻ ശേഖരം. ഇങ്ങോട്ട് വെച്ച് എല്ലാം എടുക്കേ. അതിന്റെ അടിയിലുള്ള എല്ലാ സാധനങ്ങളും എടുക്കും. നമ്മളെ കൊണ്ട് ഇനിയുണ്ട്. നിങ്ങളുടെ കുടുംബക്ഷേത്രമാണോ? അല്ലല്ല അടയ്ക്കണ്ട അതെല്ലാം ഓപ്പൺ ചെയ്ത് ഫുൾ ഓപ്പൺ കാണുന്ന രീതിയിൽ വരട്ടെ. കാണുന്ന രീതിയിൽ അതെല്ലാം വെളിയിലോട്ട് വരട്ടെ. ആ ഉള്ളിലോട്ടെല്ലാം വ്യക്തമായിട്ട് കാണണം നമുക്ക്. കുടുംബക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന പോറ്റി എന്നറിയപ്പെടുന്ന അർജുനനാണ് 30 ലിറ്റർ വിദേശമദ്യം കുടുംബക്ഷേത്രത്തിൽ ഒളിപ്പിച്ചത്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വൻതോതിൽ മദ്യം ശേഖരിക്കുകയും ആവശ്യക്കാർക്ക് എത്തിക്കുകയുമാണ് ഇയാളുടെ രീതി. ആ വലിയ പലവേര അടിയിലിരിക്കുന്ന അതും എടുത്തോ. അതല്ല ആ പലവയോടെ എടുത്തോ. ആ പലവയോടെ എടുക്കും. അതിനടിയിലേ ഇനിയുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആരാധനയും മദ്യ കച്ചവടവും കൂടെ ഒരുമിച്ച് നടത്തുന്നത്. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നെയ്യാറ്റിൻകര എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ വലയിലായത്. ന്യൂസ് 18 തിരുവനന്തപുരം. ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികൾക്കായി നടപ്പാക്കുന്ന മിഠായി പദ്ധതിക്ക് കീഴിൽ ഉപയോഗിക്കുന്ന മരുന്ന് മാറ്റിയത് കുട്ടികളെയും രക്ഷിതാക്കളെയും വലയ്ക്കുന്നു. പുതിയ മരുന്ന് ഉപയോഗിച്ച് തുടങ്ങിയത് മുതൽ ശരീരത്തിലെ ഷുഗറിന്റെ അളവ് ക്രമാതീതമായി കൂടുകയും കുറയുകയും ചെയ്യുന്നുവെന്നാണ് പരാതി. മെയിനായിട്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കുറയുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അതിപ്പോൾ കാരണം പെട്ടെന്നൊരു മരുന്നിൻ്റെ ചേഞ്ച് നമുക്ക് ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മരുന്ന് ചേഞ്ച് ആയപ്പോൾ അതേപോലെ ഷുഗറൊക്കെ കുറയാൻ കൂടുതൽ ചാൻസ് ഉണ്ടായിരുന്നത്. ഇതിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഷുഗർ കൂടുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കറക്ഷൻ ഡോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ 1 യൂണിറ്റ് 2 യൂണിറ്റ് ഒക്കെ നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ടി വരും. അപ്പോഴേക്കും അത് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഇൻസുലിൻ ആയിരുന്നു, ഫാസ്റ്റ് ആക്ടിങ് ഇൻസുലിൻ ആയിരുന്നു വെച്ചെങ്കിൽ പെട്ടെന്ന് നമുക്കത് കൺട്രോളായി പോകുമായിരുന്നു. പക്ഷേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് താഴെ വരും. രാത്രി വെക്കണം ഇൻസുലിൻ ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മൾ ഉറങ്ങുന്ന ബെഡ് ടൈമിൽ നമ്മൾ ഉറങ്ങുന്ന ടൈമിലാകുമ്പോൾ നമുക്കത് അറിയില്ല. ചിലപ്പോൾ
അങ്ങനെ കുറേ പേർക്ക് ഷുഗർ കുറയാനും അതേപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഫീസൊക്കെ വരലുണ്ട്. ടൈപ്പ് 1 പ്രമേഹത്തോട് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പോരാട്ടമാണ് ശരൺ അടക്കമുള്ളവർ നടത്തുന്നത്. കൃത്യമായ ഇടവേളകളിൽ ഇൻസുലിൻ എടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാം താളം തെറ്റും. എന്നാൽ ഇൻസുലിൻ കൃത്യമായി എടുത്താൽ ഇവർക്ക് സാധാരണ ജീവിതം സാധ്യമാണ് താനും. ഇപ്പോൾ ഗവൺമെൻറ് വളരെ സപ്പോർട്ടീവാണ്. അവരിപ്പോൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അവരറിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. അപ്പോൾ ചിട്ടയോടുകൂടിയുള്ള ഭക്ഷണക്രമവും ഇൻസുലിൻ കൃത്യസമയത്തും നല്ലപോലെ ഗ്ലൂക്കോസ് നിരീക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് സാധാരണ രോഗികളെ പോലെ, സാധാരണ ആൾക്കാരെ പോലെ ജീവിക്കാവുന്ന സന്ദേശം കൊടുക്കാനാണ് ഞാൻ. അതെ, അവർ സാധാരണ ജനങ്ങളെ പോലെ തന്നെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണം. സർക്കാരിന്റെ മിഠായി പദ്ധതിയാണ് ടൈപ്പ് 1 പ്രമേഹബാധിതർക്ക് കൈത്താങ്ങാകുന്നത്. 2018 2 ലക്ഷം രൂപയിൽ കവിയാത്ത വാർഷിക വരുമാനമുള്ള രക്ഷിതാക്കളുടെ കുട്ടികളെ ഉൾപ്പെടുത്തി ഈ പദ്ധതി തുടങ്ങിയത്. നിലവിൽ 2000 കുട്ടികൾ പദ്ധതിക്ക് കീഴിലുണ്ട്. ആദ്യഘട്ടത്തിൽ കുട്ടികൾക്ക് ആവശ്യമുള്ളത്ര ഇൻസുലിൻ സൗജന്യമായി നൽകിയിരുന്നെങ്കിൽ ഇപ്പോഴത് നിശ്ചിത അളവിൽ മാത്രമാണ് കൊടുക്കുന്നത്. ശരീരത്തിലെ ഷുഗർ നിശ്ചിത അളവിൽ നിലനിർത്താൻ നൽകുന്ന ബേസലോപ്പ്, ഭക്ഷണത്തിന് മുൻപ് നൽകുന്ന ഫിയാസ്പ് എന്നീ ഇൻസുലിനുകളാണ് നേരത്തെ കൊടുത്തിരുന്നത്. 6 മാസം മുൻപ് ഫിയാസ്പിന് പകരം മറ്റൊരു മരുന്ന് നൽകി തുടങ്ങി. ഇതോടെയാണ് ബുദ്ധിമുട്ടും ആരംഭിച്ചത്. ആദ്യം നമുക്ക് സർക്കാർ 2018 മിഠായി എന്ന പദ്ധതി രൂപീകരിക്കുമ്പോൾ നല്ല ഫാസ്റ്റ് ആക്ടിങ് ഇൻസുലിനാണ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈയിടെയായിട്ട് അത് കുറച്ചും കൂടെ ലോങ് ആക്ടിങ് ഉള്ള ഇൻസുലിൻ തരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാരിൻ്റെ കണക്കിൽപ്പെടാതെ എത്രയോ കുട്ടികൾ പുറത്തുണ്ട്. ഇപ്പോൾ നിലവിൽ മിഠായി അപ്രൂവൽ പോലും നടക്കുന്നില്ല. മാസം ഒരു 10-20,000 രൂപയോളം ഏകദേശം ചികിത്സ ചെലവ് വരുന്ന ഇത് പല കുട്ടികൾക്കും എല്ലാം 90% കൂലിപ്പണിയെടുക്കുന്ന കുടുംബങ്ങളെ അതാണ് സർക്കാർ മിഠായി പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. പക്ഷെ ഒന്നും ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാത്ത രീതിയിൽ. അപ്പോൾ അതിനൊക്കെ സർക്കാർ ഒരു പരിഗണന നൽകണം. സാമ്പത്തിക പ്രതിസന്ധിയാണ് മരുന്ന് മാറ്റാൻ കാരണമെന്നാണ് അനൌദ്യോഗിക വിശദീകരണം. 3.8 കോടി രൂപയാണ് മിഠായി പദ്ധതിക്കായി മാറ്റിവെക്കുന്നത്. ഫിയാസ്പിനേക്കാൾ വില കുറഞ്ഞ മരുന്നാണ് ഇപ്പോൾ നൽകുന്നത്. പദ്ധതി തുടങ്ങിയ കാലത്ത് സഹായം ലഭിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവായിരുന്നു. വർഷം തോറും കുട്ടികളുടെ എണ്ണം കൂടിയെങ്കിലും അതിന് ആനുപാതികമായി ഫണ്ട് വർദ്ധിപ്പിക്കാത്തതാണ് പ്രതിസന്ധികൾക്ക് കാരണം. ന്യൂസ് 18 മലപ്പുറം. CV അനുമോദ് തന്നെ ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, എന്ത് കാരണത്തിനാണ് ഈ മരുന്ന് മാറ്റിയത്? ഈ മരുന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നത്? ഭവ്യ, ടൈപ്പ് 1 പ്രമേഹ ബാധിതർക്ക് ജീവിതാവസാനം വരെ ഈ ഇൻസുലിൻ ഉപയോഗിക്കേണ്ട സാഹചര്യമാണുള്ളത്. അത് ഏത് പ്രായത്തിലുള്ളവർക്കും വരാം. 6 മാസം പ്രായമുള്ളവർക്ക് മുതൽ ഈ ഒരു അസുഖത്തിന്, ഈ ഒരു സാഹചര്യത്തിന് സാധ്യതയുണ്ട്. അവരെ സംബന്ധിച്ച് ഈ ഇൻസുലിൻ്റെ ചെലവ് എന്നുള്ളത് ഒരു മാസം 20,000-30,000 സാധാരണഗതിയിൽ വരും. മുൻപ് ഈ മിഠായി പദ്ധതിയിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമായിരുന്നു, 1000-ൽ താഴെ കുട്ടികൾ മാത്രമായിരുന്നു എന്നുള്ളതുകൊണ്ട് അവർക്ക് കൂടിയ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഷോർട്ട് ആക്റ്റീവായിട്ടുള്ള ഇൻസുലിൻ നൽകാൻ കഴിയുമായിരുന്നു. അതിൻ്റെ വില അവർക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പദ്ധതിയിൽ കൂടുതൽ കുട്ടികൾ ഉൾപ്പെടുത്തി. പക്ഷേ ഇതിനനുവദിക്കുന്ന പണം അത് ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഫണ്ട് കൂടുതൽ ലഭിക്കാതെ ഈ നേരത്തെ നൽകിയിരുന്ന ഇൻസുലിൻ നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് കുട്ടികളാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടിൽ ഇപ്പോൾ പെട്ടിരിക്കുന്നത്. കാരണം മുൻപ് 2-3 തവണ ഇൻസുലിൻ ഉപയോഗിച്ചാൽ മതിയായിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇൻസുലിൻ്റെ അളവ് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കേണ്ട സാഹചര്യം, അതുപോലെ തന്നെ മരുന്ന് കൂടുതൽ ഉപയോഗിക്കേണ്ട സാഹചര്യം, ഇതൊക്കെ തന്നെ വരികയാണ്. ഇതൊക്കെ ആ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ബാധ്യതകൾ ഉണ്ടാകുന്നു. 10,000 രൂപ 20,000 രൂപയൊക്കെ ഓരോ മാസവും ഈ മരുന്നിന് വേണ്ടി, ഇൻസുലിന് വേണ്ടി മാത്രം ഈ കുടുംബങ്ങൾ കണ്ടെത്തേണ്ട സാഹചര്യത്തിലേക്കാണ് പോയിരിക്കുന്നത്. സർക്കാർ കൂടുതൽ ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് എത്രമാത്രം ഉണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. കാരണം എല്ലാ വർഷവും ഇതേ ഒരു പ്രശ്നം വരുമ്പോൾ കുറച്ച് ഫണ്ട് അനുവദിക്കുന്നതായുള്ള പ്രഖ്യാപനം വരും, പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും തന്നെ നീങ്ങുന്നില്ല. അതാണ് ഈ ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികളുടെ രക്ഷിതാക്കൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ഇവിടെ കൂടുതൽ ഫണ്ട് ഈ മിഠായി പദ്ധതിയിലേക്ക് നീക്കി വെച്ചാൽ മാത്രമേ ഇപ്പോൾ 2000-ലധികം കുട്ടികളാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. ഇനിയും ഒട്ടേറെ കുട്ടികൾ ഈ പദ്ധതിയുടെ ഭാഗമാണ് നിൽക്കുന്നുണ്ട്. കാരണം അവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് സഹായമാകുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ ഇവിടെ ഫണ്ടിൻ്റെ അപര്യാപ്തത മരുന്നിൻ്റെ നിലവാരത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് നേരിട്ട് ഇതിൽ രക്ഷിതാക്കൾ നേരിടുന്ന പ്രശ്നം. അവർ കയ്യിൽ നിന്ന് മുമ്പ് സർക്കാരിൻ്റെ സഹായം കൊണ്ട് മാത്രം ഈ
ഈ ഇൻസുലിൻ വാങ്ങാൻ കഴിയുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു നിശ്ചിത അളവിലുള്ള മരുന്നുകൾ മാത്രമാണ് സർക്കാർ നൽകുന്നത്. അതിനപ്പുറം വരുമ്പോൾ സ്വന്തമായിട്ട് വാങ്ങേണ്ട അവസ്ഥ. അതോടൊപ്പം തന്നെ ഈ മരുന്നിൻ്റെ നിലവാരത്തെ ബാധിച്ചത്, അതായത് ഷോർട്ട് ആക്ഷൻ വരാൻ ലോങ് ആക്ഷൻ ഇൻസുലിൻ നൽകുമ്പോൾ അത് ഈ കുട്ടികളുടെ ശരീരത്തിൽ ഇതിൻ്റെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തെയും ബാധിക്കുന്നുണ്ട്. സ്കൂളുകളിൽ പോകുന്നവരും ഒക്കെ തന്നെ ഇടയ്ക്കിടെ ഇൻസുലിൻ്റെ അളവ് ഷുഗറിൻ്റെ അളവ് പരിശോധിക്കേണ്ട സാഹചര്യം, ഇൻസുലിൻ കുത്തിവെക്കുന്നതിൻ്റെ അളവ് കൂട്ടേണ്ട സാഹചര്യം, അങ്ങനെ പല തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ചിലർക്ക് ശരീരം മെലിയുന്ന അവസ്ഥ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. അങ്ങനെ പല തലങ്ങളിലായിട്ട് ഈ ഒരു പ്രശ്നം വ്യാപിച്ച് കിടക്കുകയാണ്. ഇവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം സർക്കാർ കൂടുതൽ ഫണ്ട് ഈ മിഠായി പദ്ധതിയിലേക്ക് നീക്കിവെക്കുക. അതോടൊപ്പം തന്നെ മുൻപ് നൽകിയിരുന്നത് പോലെ ഒരു കുട്ടിക്ക് എത്ര ഇൻസുലിനാണ് ഒരു മാസം വേണ്ടത് അത് പണ്ട് നൽകിയിരുന്ന അതേ മരുന്ന് തന്നെ നൽകുക എന്നീ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ അടിയന്തരമായി ചെയ്യേണ്ടത്. പക്ഷേ ഈ സാമ്പത്തികമായിട്ട് വലിയ ചെലവ് വരുന്ന സാഹചര്യത്തിൽ സർക്കാർ എത്രമാത്രം ഇതിന് തയ്യാറാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. CV അനുമോദാണ് വിശദ വിവരങ്ങൾ നൽകിയത്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആലപ്പുഴ കായംകുളത്ത് അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ അഭിഭാഷകൻ രാസലഹരി ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തൽ. അച്ഛനോടുള്ള കടുത്ത വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. MDMA ഉപയോഗിക്കാറുണ്ടെന്ന് പ്രതി പോലീസിനോട് സംബന്ധിച്ചു. 47 വെട്ടുകളാണ് നടരാജന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ ഏറെ ഞെട്ടലോടുകൂടി കേട്ട വാർത്തയാണ്. 47 വെട്ട് വെട്ടിയാണ് സ്വന്തം അച്ഛനെ, അതും ഒരു അഭിഭാഷകനാണ്, അദ്ദേഹം കൊലപ്പെടുത്തിയത്. അതിന് പിന്നിൽ ലഹരി തന്നെ എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ സംഭവം നടക്കുന്നത് മിനിഞ്ഞാന്ന് രാത്രിയാണ്. ആ സമയത്ത് തന്നെ, അതായത് അതിൻ്റെ തലേദിവസവും ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇത്രയധികം ഒരു പകയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് 30-ന് ബാർ കൗൺസിലിൻ്റെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ഈ പ്രതിയായ നവജിത്ത് എറണാകുളത്ത് പോയിരുന്നു. എന്നാൽ അവിടെ പരീക്ഷ എഴുതാനായി ഇയാൾ പോയെങ്കിലും അവിടെ പരീക്ഷ എഴുതിയില്ല, മറിച്ച് അവിടെ മുറിയെടുത്തുകൊണ്ട് അവിടെ രാസലഹരി ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതേ തുടർന്ന് എറണാകുളത്ത് താമസിക്കുന്ന സഹോദരിയുടെ വീട്ടിലെത്തി ലഹരി ഉപയോഗത്തിന് ശേഷം ഇയാൾ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് സഹോദരി ഇടപെട്ടാണ് കായംകുളത്തെ വീട്ടിലേക്ക് നവജിത്തിനെ എത്തിച്ചത് എന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായി. മാത്രമല്ല അച്ഛൻ ഇതുമായി ബന്ധപ്പെട്ട വലിയ എതിർപ്പ്, അതായത് കൊല്ലപ്പെട്ട നടരാജൻ ഇതുമായി ബന്ധപ്പെട്ട വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ ഒരു സംസാരത്തെ തുടർന്നുണ്ടായ പകയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് 3 മക്കളാണ് നടരാജന് ഉള്ളത്, നടരാജനും സിന്ധുവിനും ഉള്ളത്. അതിൽ തന്നെ മൂത്തയാളാണ് ഈ പ്രതിയാക്കപ്പെട്ട നവജിത്ത്. നവജിത്തുമായി ബന്ധപ്പെട്ട തുടക്കകാലം, പഠനകാലം മുതൽ തന്നെ ചില പ്രശ്നങ്ങൾ കുടുംബം അഭിമുഖീകരിച്ചിരുന്നു എന്നുള്ളതാണ്. ആദ്യം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ബിരുദത്തിനായി പോയി. അവിടെ നിന്ന് പിന്നീട് പഠനം ഉപേക്ഷിച്ച് തിരിച്ച് 2 വർഷത്തിനു ശേഷം എഞ്ചിനീയറിംഗ് പഠനം ഉപേക്ഷിച്ച് ഇയാൾ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നീട് LLB പഠനത്തിനായി ചേർന്നു. LLB പൂർത്തിയാക്കിയെങ്കിലും മറ്റ് ഇത്തരത്തിലുള്ള സ്വന്തമായി വക്കാലത്തിടാനോ മറ്റു കാര്യങ്ങൾക്കായുള്ള ബാർ കൗൺസിലിന്റെ പരീക്ഷയൊന്നും തന്നെ ഇയാൾ എഴുതിയിരുന്നില്ല എന്നുള്ളതാണ്. ആ പരീക്ഷ എഴുതാത്തതും ഈ പഠനവുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കാത്തതുമൊക്കെ ബന്ധപ്പെട്ട് നടരാജനുമായി വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല മറ്റു 2 മക്കളും നല്ല നിലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ടുള്ള കമ്പാരിസൺ ഒക്കെ ഈ നവജിത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഏത് രക്ഷകർത്താക്കൾ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ തന്നെ ആ വീട്ടിലും
സംഭവിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടരാജനും വളരെ കർക്കശക്കാരനായ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പല കാര്യങ്ങളിലും വളരെ സ്ട്രിക്റ്റായി തന്നെയാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ, വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നതും നടരാജൻ തന്നെയായിരുന്നു. ദീർഘകാലം ഗൾഫിലായിരുന്നു. അതിനുശേഷം പിന്നീട് മടങ്ങിയെത്തി നാട്ടിൽ കോൺട്രാക്ട് വർക്കും മറ്റു കാര്യങ്ങളുമായി നടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബമാണ്, സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിന്നിരുന്നത് മകന്റെ ഈ ഇത്തരം ജീവിത രീതിയെ നിരന്തരം അച്ഛൻ വിമർശിച്ചിരുന്നു എന്നുള്ളതാണ്. ആ ഒരു പക, അതായത് ദീർഘകാലമായി പല ഘട്ടങ്ങളിലായി നടരാജൻ ഇത്തരത്തിൽ നവജിത്തിന്റെ രീതികളെ ചോദ്യം ചെയ്യുകയും അതിനെ എതിർക്കുകയും കർശന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതും, ഒപ്പം തന്നെ മറ്റു മക്കളുമായുള്ള കാര്യങ്ങൾ താരതമ്യം ചെയ്ത് പറയുകയും ഒക്കെ ചെയ്തത് വലിയ പകയുണ്ടാക്കി എന്നുള്ളതാണ് ഇയാൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. മാത്രമല്ല രാസലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഈ പരീക്ഷ എഴുതാനായി കൊച്ചിയിൽ പോയ സമയത്ത് 30-ാം തീയതി അയാൾ രാസലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മെഡിക്കൽ പരിശോധനയിൽ അത് തെളിയുകയും ചെയ്തിട്ടുണ്ട്. അതിന് പുറമെയാണ് മദ്യപാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി കഴിഞ്ഞ ദിവസം രാത്രി ഇത്ര അതിക്രൂരമായ ഒരു കൊലപാതകം കായംകുളത്ത് നടന്നത്. ഈ പുല്ലുകുളങ്ങരയിലെ വീട്ടിൽ ഇങ്ങനൊരു സംഭവം നടന്ന് പോലീസ് വീട് ചവിട്ടിപ്പൊളിച്ച്, അതായത് പിൻഭാഗത്തെ വീടിന്റെ ഡോറ് ചവിട്ടിപ്പൊളിച്ചാണ് വീടിനകത്തേക്ക് കയറിയത്. അവിടെ നിന്നും ഈ 2 പേരെയും പുറത്തേക്ക് എത്തിക്കുമ്പോൾ നടരാജൻ 47ഓളം മുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. അതും പകയോടുകൂടി തലഭാഗത്താണ് ഏറ്റവും അധികം ഇയാൾ വെട്ടിയതെന്നുള്ള കൃത്യമായ ഒരു പക നവജിത്തിന് അച്ഛനോടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത്രയും തവണ ഇത് ആവർത്തിച്ച് ചെയ്തതിന് പിന്നിലും ഈ വീടിന്റെ ഡോറുകൾ ലോക്ക് ചെയ്ത് സൂക്ഷിച്ചതിന് പിന്നിലും രക്ഷപ്പെടേണ്ടതില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കനകക്കുന്ന് പോലീസ് ഇയാളെ ആദ്യം അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. വീടിന്റെ മുകൾ ഭാഗത്ത് കയറി നിന്ന് വെട്ടുകത്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ അവിടെ നിന്ന് ആക്രോശിക്കുകയായിരുന്നു. 2 ഡമ്മികൾ വീടിനകത്ത് കിടപ്പുണ്ട് എന്നാണ് മുകളിലത്തെ നിലയിൽ നിന്നുകൊണ്ട് ഇയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നീട് പിന്നാമ്പുറത്തെ വാതിൽ ചവിട്ടി തുറന്നാണ് പോലീസ് അകത്ത് പ്രവേശിക്കുകയും ആദ്യം രക്ഷകർത്താക്കളെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. പിന്നീട് കയറിട്ട് വരിഞ്ഞാണ് നവജിത്തിനെ കീഴ്പ്പെടുത്തി താഴത്തെ നിലയിലേക്ക് കൊണ്ടുവരുന്നത്. ആ സമയത്തും അയാളുടെ കൈവശം ഈ വീട്ടിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ വീടിന്റെ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ പോലീസ് കരുതുന്നത് മരണപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള നിലപാടിലായിരുന്നു അയാൾ ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. രക്ഷകർത്താക്കൾ ഇപ്പോൾ അമ്മയുടെ അതായത് വീട്ടിൽ ഭക്ഷണം വിളമ്പി വെച്ച നിലയിലാണ് ഉണ്ടായിരുന്നത്. വീടിന്റെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം ഉണ്ടായിരുന്നു. അതായത് ഈ അച്ഛനും മകനും തമ്മിലുള്ള തർക്കങ്ങൾ ആ കഴിഞ്ഞ ദിവസങ്ങളിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന തർക്കങ്ങൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് രൂക്ഷമായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ തൊട്ട് മുന്നിലുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇയാൾ രാസലഹരി അടക്കം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഇത്തരത്തിൽ നിരുത്തരവാദിത്തപരമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലുള്ള വലിയ വിമർശനം നടരാജന് ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച തർക്കം ആ വീട്ടിൽ അന്ന് രാത്രിയും കാര്യമായി ഉടലെടുത്തിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സഹോദരിയുടെ വീട്ടിൽ ചെന്ന്, കൊച്ചിയിൽ താമസിക്കുന്ന വിവാഹിതയായ സഹോദരിയുടെ വീട്ടിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇയാൾ അന്വേഷണ സംഘത്തോട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അയാൾ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അതിക്രൂരമായ കൊലപാതകമായിരുന്നു ഭവ്യ കായംകുളം പുല്ലുകുളങ്ങരയിൽ ഉണ്ടായത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ കിഫ്ബി ചെയർമാനായ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ പങ്ക് നേടി. മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിലാണ് ഭൂമി വാങ്ങാൻ തീരുമാനിച്ചത്. കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേർന്നു. നവമി, വിശദാംശങ്ങൾ. ഭവ്യ, ഇന്നലെയായിരുന്നു മുഖ്യമന്ത്രിക്ക് ED നോട്ടീസ് നൽകിയെന്ന വാർത്ത പുറത്തു വന്നത്. ഈ ഫെമ ഈ മസാല ബോണ്ട് വാങ്ങുന്നതിൽ ഫെമ നിയമ ലംഘനം കണ്ടെത്തിയെന്നായിരുന്നു ED നൽകിയ നോട്ടീസിൽ പറയുന്നത്. ഈ കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ 466.91 കോടി രൂപ ചട്ടവിരുദ്ധമായി ചിലവഴിച്ചു എന്നാണ് ED വ്യക്തമാക്കുന്നത്. ഇതിൽ കിഫ്ബിയുടെ കീഴിൽ 2672 കോടി രൂപയാണ്
സമാഹരിച്ചത്. ഇത് ഭൂമി വാങ്ങാൻ വിനിയോഗിച്ചു എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഈ ഭൂമി വാങ്ങാൻ വിനിയോഗിച്ചു എന്ന് പറയുമ്പോൾ അത് ഫെമ ചട്ടലംഘനമാണെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. എന്നാൽ ഇന്നലെ തോമസ് ഐസക് ഉൾപ്പെടെ വിശദീകരിച്ചത് ഭൂമി ഏറ്റെടുക്കലാണ്, ഭൂമി വാങ്ങിയിട്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് തോമസ് ഐസക്കിന്റേത്. പക്ഷേ ഇഡിയുടെ റിപ്പോർട്ടിലെ ചില പ്രത്യേക പരാമർശങ്ങളാണ് എടുത്തു പറയേണ്ടത്. അതിൽ പറയുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം കിഫ്ബി ചെയർമാനായ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ പങ്ക് തന്നെയാണ് ഇതിൽ ഉള്ളത്. ഈ ഭൂമി വാങ്ങുന്നതിൽ മിനിറ്റ്സിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടിട്ടുണ്ട്. ഈ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ചില ഡയറക്ടർ ബോർഡ് യോഗത്തിൽ എല്ലാത്തിലും മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല. പക്ഷേ ഈ ഭൂമി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അന്നത്തെ ആ യോഗത്തിൽ അത് മുഖ്യമന്ത്രിയും പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു ഈ ഭൂമി വാങ്ങുന്നതിന്. അതിനു വേണ്ടിയിട്ടുള്ള മിനിറ്റ്സിൽ മുഖ്യമന്ത്രി ഒപ്പിടുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അതാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ വ്യക്തമായ പങ്ക് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് ലക്ഷ്യം വെച്ചിട്ടുള്ള നോട്ടീസാണ് ഇന്നലെ അയച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാകുമ്പോൾ ഒരു മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറുപടി ഉണ്ടെങ്കിൽ എന്ത് നടപടിയിലേക്ക് ഇഡി കടക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം നമ്മൾ സമീപകാലത്തുള്ള പല ഇഡി നടപടികളും കണ്ടതാണ്. പക്ഷെ ഒന്നും എവിടെയും എത്തിയിട്ടില്ല. ഇത്തരത്തിലുള്ള നോട്ടീസുകൾ മാത്രമേ പോകുന്നുണ്ടായിരുന്നുള്ളൂ, നടപടികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതുമാകുമോ, അല്ലെങ്കിൽ ഒരു നടപടിക്കുള്ള സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും? ഒപ്പം CPM ഇതേ തരത്തിൽ പ്രതിരോധിക്കും. ഇന്നലെ തന്നെ നമ്മൾ കേട്ടതാണ് MP ഗോവിന്ദന്റെ ഒക്കെ പ്രതികരണം. എന്തേ ഇത് വരാഞ്ഞത് എന്ന് നോക്കിയിരിക്കുകയായിരുന്നു ഞങ്ങളെന്നാണ് ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞത്. ഭവ്യ, ഇതിൽ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ വൈസ് ചെയർമാനും മുൻ ധനമന്ത്രിയുമായ TM തോമസ് ഐസക്, CEO ആയിട്ടുള്ള KM എബ്രഹാം എന്നിവർക്കാണ് ഇഡി നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഇത് അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ ആരും തന്നെ നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത് മറുപടി നൽകണം. പ്രതിനിധി വഴിയോ അഭിഭാഷകൻ വഴിയോ വിശദീകരണം നൽകാനുള്ള അവസരമുണ്ട്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ഗൗരവമനുസരിച്ച് 5% മുതൽ 3 ഇരട്ടി വരെ പിഴ ചുമത്താനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ മാസം 12-നായിരുന്നു നോട്ടീസ് തയ്യാറായിട്ടുള്ളത്. എന്തായാലും 28-ന് തന്നെ തിരുവനന്തപുരത്തെ കിഫ്ബി ഓഫീസിലേക്ക് ഈ നോട്ടീസ് കൈമാറുന്ന സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് ഇന്നലെ തന്നെ തോമസ് ഐസക് നൽകിയ വിശദീകരണം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇഡിയുടെ ഒരു നീക്കമാണ് ഇത്തരത്തിൽ ഇപ്പോഴുള്ള ഈ നോട്ടീസിന്റെ പിന്നിലുള്ള ലക്ഷ്യം. നേരത്തെ തന്നെ ഇഡിയുടെ ആദ്യ നോട്ടീസിൽ തന്നെ തോമസ് ഐസക് ഹൈക്കോടതിയിൽ ഇതിനെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും പിന്നീട് അത് ഒത്തുതീർപ്പാകുകയും ഒക്കെ ചെയ്തിരുന്നു. വീണ്ടും ഇത്തരത്തിലുള്ള ഒരു നോട്ടീസുമായി ഇഡി വരുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന വാദത്തിൽ തന്നെയാണ് CPM നിൽക്കുന്നത്. ഇതിന് ആ രീതിയിൽ തന്നെ പ്രതിരോധിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ പങ്ക് എന്നാണ് ഇപ്പോൾ ഇഡി പറഞ്ഞിരിക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ.